നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. ഗുരുവായൂരപ്പൻ്റെ സേവകരായിട്ടുള്ള 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ ഒരില്ലമാണ് തേലമ്പറ്റ മന. തേലമ്പറ്റ മനയിലെ ബ്രഹ്മശ്രീ തേലമ്പറ്റ കേശവൻ നമ്പൂതിരിയെയാണ് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പാദസേവ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഏറെ വിശേഷപ്പെട്ട ശിവേലി എഴുന്നള്ളിപ്പ് നടത്തുന്നതും പാൽപ്പായസം, അപ്പം, അതുപോലെ തന്നെ ചന്ദനാരവ് ഇതെല്ലാം ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിക്കാരാണ്. അവരുടെ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർഷത്തിൽ 2 പ്രാവശ്യം ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന നടത്താൻ സാധിക്കുന്നു എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭാഗ്യമായിട്ട് തോന്നാറുണ്ട്. അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിക്കാർ. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം ഒരു കീഴ്ശാന്തിയെ തന്നെയാണ് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഈ ഒരു അവസരം ധന്യമാക്കാം. നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം അറിയാൻ ആഗ്രഹമുള്ളത്. ഗുരുവായൂർ ക്ഷേത്രവും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനും ആയിട്ടുള്ള അടുപ്പം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള അനുഭവങ്ങൾ, അതുപോലെ അങ്ങ് സാക്ഷിയായി തന്നെ മറ്റ് ഭക്തർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. നമസ്കാരമുണ്ട്. എൻ്റെ പേര് കേശവൻ നമ്പൂരി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 13 കീഴ്ശാന്തി ഇല്ലങ്ങളിൽപ്പെട്ട തേലമ്പറ്റ എന്ന മലയിലാണ് ഞാൻ. വാണീ ദേവി സുനീലവേണി സുഭഗേം വീണാരവം കൈതൊഴാം വാണി വൈഭവമോഹിനി ത്രിജഗദാം നാഥേ വിരിഞ്ചപ്രിയേ വാണീ ദോഷമശേഷമാശു കളവാൻ എന്നാവിലാത്താദരം വാണിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. വാണീ ദോഷമശേഷമാശു കളവാൻ എന്നാവിലാത്താദരം വാണിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. വാണീ ദോഷം അശേഷമാശു കളവാനൻ നാവിലാത്താദരം വാണിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. അപ്പോൾ ഭഗവാനെ പറ്റിയിട്ട് പറയാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ പറ്റിയിട്ട് നമുക്ക് പറയാച്ചാൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മുടെ ഈ ഒരു ജന്മം കൊണ്ടോ 2 ജന്മം കൊണ്ടോ 3 ജന്മം കൊണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല ഭഗവാനെ പറ്റിയിട്ട്. ഭഗവാന്റെ കഥകൾ അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ച് ഓരോരുത്തർക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വരികയാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഓരോരുത്തരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറിയില്ല എന്നുള്ളൂ. അതിൽ നമ്മൾ അറിയണ ചില അനുഭവങ്ങളുണ്ട്. അതാണിപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോണത്. അതിപ്പോൾ ഞാൻ പറയാൻ പോണത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും, അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്, സുബ്രഹ്മണ്യൻ എന്നാണ് പേര്. അദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, അദ്ദേഹം ഏകദേശം മരണത്തിലേക്ക് എത്തും, പിന്നെ അതിന് തിരിച്ച് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇന്നിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമ്മളത് പറയാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിനെ എവിടുന്ന് നമ്മൾ പരിചയപ്പെട്ടത് പറയണമല്ലോ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു കഥ പറയുമ്പോൾ ഒരാളെ പറ്റിയിട്ട് നമ്മൾ എവിടുന്ന് പരിചയപ്പെട്ടു എങ്ങനെയാണെന്ന് പറയണ്ടേ. ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടിയുപ്തൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഇന്ന് കേരളത്തിലെ പ്രമുഖ ജ്യോത്സ്യന്മാരെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിക്കാച്ചാൽ അതിൽ ആദ്യത്തെ ഒരു 5 ആളിൽ ഇദ്ദേഹം ഉണ്ടാവും. ഇദ്ദേഹം ജ്യോതിഷ ചക്രവർത്തിയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പഞ്ചാംഗഗണിതത്തിൽ അഗ്രഗണ്യനായിരുന്നു. ഭാരത പഞ്ചാംഗം ഇദ്ദേഹത്തിൻ്റെയാണ്. കാണിപ്പയ്യൂർ അങ്ങനെ തുടങ്ങിയ പ്രശസ്തന്മാരായിട്ടുള്ള നിരവധി ശിഷ്യന്മാരെ കേരളത്തിന്
സംഭാവന ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മുമ്പ് തന്നെ പരിചയമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വിഷമഘട്ടം നേരിട്ടപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരണമെന്നും അവിടെ വെച്ചിട്ട് ചില കർമ്മങ്ങളൊക്കെ നിശ്ചയിച്ചു. അപ്പോൾ അതൊന്ന് ചെയ്തു തരണമെന്ന് എനിക്കാണ് അന്ന് ഒഴിവ് കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഗുരുകുല സമ്പ്രദായത്തിൽ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് അതിൽ പെട്ട ഒരാളാണ് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ടാണ് ഞാൻ സുബ്രഹ്മണ്യനെ ആദ്യമായിട്ട് കാണുന്നത്. സുബ്രഹ്മണ്യനെ അന്ന് ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന് ഈ ജ്യോതിഷത്തിൽ അത്രയും വലിയൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പൊതുവെ അവിടെയുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കും, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഭാവി അതിലുണ്ടാകുന്ന എനിക്ക് അന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല ഭഗവാന്റെ അനുഗ്രഹം എവിടെയുള്ള വെച്ചാൽ അവരാണ് ലോകത്തിലെ ഏറ്റവും കേവന്മാരാവുക എന്നുള്ളതാണ് സത്യം. അത് പിന്നീട് കാലം തെളിയിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ 2-3 ദിവസം പരിഹാരം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോന്നു. മടങ്ങി പോരുമ്പോൾ അങ്ങനെ ഈ കൃഷ്ണൻകുട്ടി ഗുപ്തൻ ആശാൻ പറഞ്ഞു, ഞാൻ സുബ്രഹ്മണ്യനെ അങ്ങോട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാൻ തിരുമേനിൻ്റെ അവിടേക്ക് വിടും. അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവ് നോക്കാൻ സുബ്രഹ്മണ്യനെ വിടാം. അപ്പോൾ അവൻ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടൊന്ന് തൊഴുമല്ലോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴുത് സ്ഥിരമായിട്ട് തൊഴുമ്പോൾ അവിടുത്തെ ഒരു ഭക്തനായിക്കോളും. അങ്ങനെ അവൻ നേരെ ആയിക്കോളും എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ ആശാന് വളരെ ഒരടുപ്പുണ്ടായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും നേരെയാക്കി എടുക്കണം എന്നുള്ളൊരു ഇത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒഴിവിന് സുബ്രഹ്മണ്യനെ വിടും. സുബ്രഹ്മണ്യൻ ഇവിടെ വരും, തൊഴും. അങ്ങനെ അയാൾ കാലാന്തരത്തിൽ ഗുരുവായൂരപ്പനായിട്ട് വളരെ അടുപ്പായി. ആ കാലത്ത് സുബ്രഹ്മണ്യൻ എന്നോട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ ഈ ജ്യോതിഷമൊക്കെ പഠിക്കുന്നതൊക്കെ റെഡിയാണ്, പക്ഷെ എനിക്കൊന്നും എവിടെ എത്തുന്നില്ല ഞാൻ. കാരണം എന്താ വെച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കണമെന്ന് ഓർമ്മയിൽ നിൽക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഒരാൾക്കാരുടെ മുമ്പിൽ നിന്ന് ഒരു രാശി എടുത്ത് പറയുമ്പോൾ ഭയങ്കര ഭയം, എന്താ പറയേണ്ടതെന്ന് നിശ്ചയില്ല. പിന്നെ രാശി നമ്മുടെ മനസ്സിൽ തെളിയണം, എന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക് അത് വിവരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, എന്താ രാശിയെന്നും. അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യുക തിരുമേനിക്ക് വല്ലതും അതിനെന്തെങ്കിലും ഉപായം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തന്നെ ഇപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ആശാനല്ലേ, ഒരു കാര്യം ചെയ്യുക, ആശാനോട് തന്നെ ചോദിക്കുക, അദ്ദേഹം അതിനൊരു വഴി പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ ചെന്നിട്ട് ആശാൻ്റെ അടുത്ത് പോയിട്ട് ഈ വിഷയം പറയണം, ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയണം. അപ്പോൾ ആശാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഗുരുവായൂരപ്പനിൽ കവിഞ്ഞ ഈ ലോകത്തൊന്നുമില്ല, അദ്ദേഹമാണ് എല്ലാതും. ഏത് മൂർത്തികളായാലും സരസ്വതി ആയാലും ഭഗവതി ആയാലും അയ്യപ്പനായാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാവഭേദങ്ങളാണ്. നമുക്കൊരു ഷർട്ട് ഇഷ്ടമുള്ള ഷർട്ട് ഇടാന്ന് പറഞ്ഞ മാതിരി ഏത് ഭജിച്ചാലും ഒരിക്കലും എത്തുക. അപ്പോൾ അതുകൊണ്ട് നീ ഗുരുവായൂരപ്പനെ പോയി ഭജിച്ചു, അതിലപ്പുറമായിട്ടൊന്നുമില്ല, ഒരു 12 ദിവസം ഭജിച്ചു വരാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എന്നെ വിളിച്ചു പറയാണ്, അദ്ദേഹം അവിടെ ഒരു 12 ദിവസം ഭജനത്തിന് വരുന്നുണ്ട്, അപ്പോൾ തിരുമേനി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഭജനത്തിന് ഇവിടെ വന്നു. അപ്പോൾ ഈ 3 നേരം അമ്പലത്തിലെ ഭക്ഷണം കഴിക്കണം, നെയ്തിച്ചോറുണ്ടിട്ടാണ് ഇവിടെ ഭജനം. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ആ കാലത്തൊരു കാര്യം പറഞ്ഞു തന്നിട്ട്, എന്താ വെച്ചാൽ ഈ കീഴ്ശാന്തിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് ഈ തൃപ്പക എന്ന് പറഞ്ഞത്. അത് ഈ 13 ഇല്ലത്തിലെ 2 കീഴ്ശാന്തിക്കാരെ ആണ് നമ്മൾ ശാന്തിയായിട്ട് ആളായിട്ട് ദേവസ്വം നിശ്ചയിക്കുക ചെയ്യുക. അവരാണ് ഈ 6 മാസത്തേക്ക് ഭഗവാനെ എഴുന്നള്ളിക്കുക ആനപ്പുറത്ത്. 3 നേരത്തെ ശിവേലി, പിന്നെ കഴിഞ്ഞ വൈകുന്നേരം തൃപ്പക, ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ തൃപ്പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭഗവാൻ കീഴ്ശാന്തിക്കാർക്ക് അനുഗ്രഹിച്ചു എന്നുള്ളൊരു ഇത് തന്നെയാണത്. അപ്പോൾ അത് ഈ തൃപ്പകയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആരാണോ ശാന്തി കേൾക്കുന്നത് അയാളുടെ അവിടുത്തെ കാരണവർ ആ സമയത്ത് മാത്രമേ അയാൾക്ക് ഉപദേശം കൊടുക്കുള്ളൂ. അത് വളരെ ഗോപ്യമാണ്, നമ്മൾ വേറൊരാളോട് പറയാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കണ ഈ കൊടിവിളക്കിൽ ഒഴിക്കണ നെയ്യാണ് ഈ തൃപ്പകയുടെ പ്രസാദം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ തൃപ്പകയുടെ ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 സ്പൂൺ ഉണ്ടാവുള്ളൂ. അതിൽ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം അതിലുണ്ടെന്നാണ് സങ്കല്പം. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിശക്തിക്കും അതേമാതിരി ഏത് ഒന്നും നിശ്ചല്ലാത്തവനും പണ്ഡിതനാവുമെന്ന് പറയാം, അത്രയും ശക്തി ഉണ്ടെന്നാണ് പറയുക. മൂകാംബികയിലെ ത്രിമധുരത്തിനോടൊക്കെ ത്രിമധുരം ഗംഭീരമാണ്, അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്നാണ് ഈ ഭഗവാന്റെ തൃപ്പകട നെയ്യ്. അപ്പോൾ അതവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൻ്റെ വിരലോണ്ട് തൊട്ടിട്ട് അവിടുത്തെ കോയ്മ എല്ലാ ആൾക്കാർക്കും കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇതും കൂടി ഒന്ന് കഴിച്ചോളൂ, അച്ഛൻ അങ്ങനെ പറഞ്ഞെന്നുണ്ട്, ഇതും കൂടി നല്ലതാണ് പറഞ്ഞയാളോട്. ഇയാൾ ഈ 12 ദിവസം ഭജനും ഈ തൃപ്പകട നെയ്യൊക്കെ സേവിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ സന്തോഷമായിട്ട് ഇയാൾ പോവുകയും ചെയ്തു. പോയിട്ട് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇയാളായിട്ട് യാതൊരു അഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം അയാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്,
അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഒഴിവ് നോക്കാൻ എന്തെങ്കിലും എന്നെ വിളിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും നോക്കി കൊടുക്കാണ്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തനിക്കിപ്പോൾ ധൈര്യമൊക്കെ ആയോ, താൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞിരുന്നു ചോദിച്ചു. അപ്പോൾ ആ ഭജനത്തിന് ശേഷയ്ക്ക് വളരെ വ്യത്യാസം വന്നു. ഇപ്പോൾ എനിക്ക് രാശിയൊക്കെ തെളിയുന്നുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പറയാൻ പറ്റുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും തിരുമേനി എനിക്കൊരു അവസരം തരൂ, അപ്പോൾ ഞാനത് തെളിയിക്കാവുന്നു. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ അതിനെ പറ്റിയിട്ട് ഒരു സംസാരമൊന്നും ഇടയിട്ടുണ്ടായിട്ടില്ല. ആ കാലത്താണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂർ, മൂർത്തിസ്വാമി എന്ന് പേര് പറയും. അദ്ദേഹം എവിടേക്ക് പോകുമ്പം ജ്യോതിഷം നോക്കിയിട്ടോ അല്ലെങ്കിൽ സമയം എന്തൊക്കെ നോക്കിയിട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ അങ്ങേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുമ്പോൾ എനിക്കൊന്ന് ആ സമയമൊക്കെ ഒന്ന് നോക്കണം, നല്ല സമയം നോക്കിയിട്ട് ഒന്ന് പോകണം, മകൻ അവിടെയാണ്, അപ്പോൾ അവിടെ ഒരു ടൂറിന് പോവുകയാണ്. ഞാൻ ഒരു ജ്യോത്സ്യൻ ഏതായാലും നല്ലൊരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നോക്കിയിരുന്ന മുരളി എന്ന് പറഞ്ഞൊരു ജ്യോത്സ്യനായിരുന്നു. അദ്ദേഹം മരിച്ചു പെട്ടെന്ന്. അങ്ങനെ ഞാൻ ഒരു ജ്യോത്സ്യനാക്കി കൊടുത്തു. എനിക്ക് ആ സമയത്ത് സുബ്രഹ്മണ്യൻ്റെ പേര് ഓർമ്മയും വന്നില്ല. അയാൾ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് സ്വാമി 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനത്തെ ജ്യോത്സ്യന്മാരെ അങ്ങോട്ട് വിടരുത് തിരുമേനി, കാരണം അയാൾക്കൊന്നും നിശ്ചയില്ല, അയാൾ വെറുതെ കുറേ ബാധയും ഇതൊക്കെ പറഞ്ഞു, അതൊന്നും കാര്യമില്ല, ശരിക്കുള്ള കാതലായിട്ടുള്ള കാര്യമൊന്നും അയാൾ പറഞ്ഞില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴാണ് സുബ്രഹ്മണ്യൻ്റെ കാര്യം ഓർമ്മ വന്ന്. അങ്ങനെ ഞാൻ സുബ്രഹ്മണ്യനെ ആക്കി കൊടുത്തു. അങ്ങോട്ട് സുബ്രഹ്മണ്യൻ അവിടെ ചെന്നിട്ട് ഇയാളത് ജാതകമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, സ്വാമി ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകണ്ട പറഞ്ഞു. സ്വാമിക്ക് ശനിദശ കഴിയാണ്, അതിൻ്റെ അപഹാരമാണ്, അപ്പോൾ ഇപ്പോൾ പോകേണ്ട സ്വാമിക്ക് ദേഷ്യം വന്നു. സ്വാമി പറഞ്ഞു, തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ അമേരിക്കയിലേക്ക് പോകണ്ട പറയാനല്ല, ഞാൻ പോകണ നല്ല സമയം നോക്കാനാണ് തന്നെ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ പോകണോ പോകേണ്ടത് ഞാനത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞു എനിക്കിത് കണ്ട കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, പ്രശ്നമുണ്ട് പറഞ്ഞു. അപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഒരു രാശിയും കൂടി നോക്കിയിട്ട് ഞാൻ നിശ്ചയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഒരു രാശി എടുത്തു. രാശി എടുത്തപ്പോൾ രാശി ഇതിനോടും കൂടി യോജിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാതകവും രാശിയും കൂടി യോജിച്ച് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിക്കാമെന്നാണ്, ആ സംഗതി റെഡിയാണെന്ന്. അങ്ങനെ ഇത് എടുത്തപ്പോൾ സുബ്രഹ്മണ്യം അപ്പം തന്നെ പറഞ്ഞു, സ്വാമി പോകണ്ട, അപകടമാണ് വന്നു. അപ്പോൾ എന്താ അപകടം എന്ന് ചോദിച്ചു സ്വാമി. സ്വാമി അവിടെ പോയിട്ടൊരു ബസ് അപകടം ഉണ്ടാവും, ആ ബസ് അപകടത്തിൽ കൈയൊടിയെന്ന് വന്നു. സ്വാമി ചിരിച്ചു. ഞാൻ അമേരിക്കയിൽ പോയിട്ട് ബസ് കയറിയിട്ട് ബസ് അപകടം ഉണ്ടായിട്ട് ഞാൻ കയ്യും കാലും ഓടിയേ. ആയിക്കോട്ടെ ശരി സമ്മതിച്ചു പറഞ്ഞു. അപ്പോൾ അതിനെന്താ വേണ്ടത് ചോദിച്ചു. അതിന് കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തോളൂ, വടക്കുന്നാഥനിൽ പെരുന്തട്ടം അമ്മിയൂർ അങ്ങനെ എല്ലാ ശിവക്ഷേത്രങ്ങളും വഴിപാടും ബാക്കിയൊക്കെ കഴിച്ചോളാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇതൊക്കെ ശരിയാക്കി കൊടുത്തു. അങ്ങനെ സ്വാമി ഇവിടുന്ന് പോവുകയും ചെയ്തു. സ്വാമി പോയി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാമി വിചാരിച്ച അവിടെ അദ്ദേഹത്തിന് ബസ്സിൽ യാത്രയൊന്നും വേണ്ടിയില്ല എന്നായിരുന്നു വിചാരിച്ചത്. അതാണ് അന്ന് അദ്ദേഹം ചിരിക്കാനും കാരണം. അദ്ദേഹം അവിടെ പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ ബസ് മാത്രമേ ഉള്ളൂ, ഇദ്ദേഹത്തിന് ബസ് കയറേണ്ടി വന്നു. അങ്ങനെ ബസ് കയറി ബസ് ഒരു 10 മിനിറ്റ് പോയപ്പോഴും ബസ്സിൻ്റെ മുമ്പിലത്തെ ടയർ പൊട്ടി തെറിച്ചു, ബസ് തലകുത്തി മറിഞ്ഞു, ഇദ്ദേഹം വീണ് ഇദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞു, ഭാര്യയ്ക്ക് അപകടം പറ്റി. അങ്ങനെ ഇദ്ദേഹം ഹോസ്പിറ്റലായി. ഇദ്ദേഹം അവിടെ 10 ദിവസം ഹോസ്പിറ്റലായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു. എന്നോട് വിളിച്ചു പറഞ്ഞു, താൻ പറഞ്ഞേച്ച ആൾ ഭയങ്കര കേമനാട്ടോ പറഞ്ഞു. എന്താ ചോദിച്ചു. അയാൾ എൻ്റെ കയ്യൊടിയെന്ന് പറഞ്ഞാൽ അയാളെ നാവിന് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കുഴപ്പമില്ല സ്വാമി, അദ്ദേഹം പറഞ്ഞ് കറക്റ്റായതാ പറഞ്ഞു. അല്ല ഞാൻ തമാശ പറഞ്ഞാണ്, അത് കറക്റ്റായി, എൻ്റെ കയ്യൊടിഞ്ഞു, ഭാര്യയ്ക്ക് വയ്യാണ്ടായി. അങ്ങനെ സ്വാമി അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അതിൻ്റെ പരിഹാരം ബാക്കി കാര്യങ്ങളതൊക്കെ ചെയ്യുകയും ചെയ്തു കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഉള്ളതാണ്. അത് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം കൂടി സുബ്രഹ്മണ്യൻ്റെ ഉണ്ടായി. എന്താ വെച്ചാൽ ഞങ്ങളൊരു ദിവസം ഉമ്മർത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉമ്മർത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഇദ്ദേഹത്തിനെ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ ചൂടായിട്ട് അവരോട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഫോൺ നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സുബ്രഹ്മണ്യം അവരായിട്ട് തല്ലുകൊണ്ണ്? പ്രത്യേകിച്ച് സ്ത്രീകളെ കട്ടി ഈ കാലത്ത് തല്ലുകൂടിയ വലിയ പ്രശ്നമാണ്, അവരെല്ലാം കേസൊക്കെ കൊടുത്താൽ വലിയ പുലിവലാവും തോന്നി. അതൊന്നുമല്ല, അവർ കുറേ പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ഒരു ജാതകം തന്നിട്ട് ഇയാളിപ്പോൾ എന്താ ചെയ്യണം ചോദിച്ചാൽ, അയാൾ ജാതകം കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള ഒരാളുടെ ജാതകം ഇയാളിപ്പോൾ എന്താ ചെയ്യണമെന്ന് അവർക്കല്ലേ അറിയാം, എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ട് ചോദിച്ചു. അപ്പോൾ അത് ഇന്നെന്തോ കൊടുക്കാനുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് സംശയമുണ്ട് തിരുമേനി പറഞ്ഞു. എന്നിട്ട് അയാൾ പറയും ചെയ്തു, ഞാൻ അങ്ങനെ കൊടുങ്ങൊന്നുമില്ല, ഭഗവാന്റെ ഒപ്പം ഉണ്ടാവുമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞാണ് നീങ്ങളും നേരെ മുമ്പിലത്തെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ചത്ത എലി നേരെ മുമ്പിലേക്ക് വീഴുക. അതിൻ്റെ കഴുത്തൊക്കെ വേർപെട്ടുണ്ട്, കുടൽ വേർപെട്ടുണ്ട്, കുടലൊക്കെ പുറത്തിയാടി കൊണ്ട് ആകെ അരഞ്ഞ മാതിരിയായിട്ട് പകുതി തിന്ന മാതിരി ഒരു ശരീരം പുറത്തേക്ക് വീഴുക. അപ്പോൾ ഇത് വീണ വഴി ഇയാൾ പറഞ്ഞു, എനിക്ക് പ്രശ്നം കിട്ടി, ഞാൻ പറഞ്ഞോളാം അവരോട് പറഞ്ഞു. അപ്പം തന്നെ അവർ വിളിച്ചു, എൻ്റെ മുമ്പ് തന്നെ വിളിച്ച്, നിങ്ങൾ ഇപ്പോൾ ഒരാളെ ജാതകം തന്നില്ലേ, അയാൾ മരിച്ച ആളാണ് പറഞ്ഞു സുബ്രഹ്മണ്യൻ. മരിച്ച ആളുടെ ജാതകം ഞങ്ങൾ നോക്കാറില്ല, പൊതുവേ നോക്കാൻ പാടില്ലയാണ് നിയമം.
അപ്പം എന്താ സംഗതി നിങ്ങൾ പറയൂ പറഞ്ഞു. അപ്പോൾ അയാൾ ഈ ഫോണ് ഇതിലിട്ടിട്ടാണ് സ്പീക്കറിലിട്ടിട്ട് എന്നെ കേൾപ്പിച്ചു തന്നു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മകനാണ്, മകൻ ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. മറ്റേ സ്കൂട്ടറിൻ്റെ മുകളിൽ പോകുമ്പോൾ ബസ് ഇടിച്ചിട്ട് ഇയാളുടെ തലയിൽ കൂടി ബസ് കയറിപ്പോയി, അങ്ങനെ അരഞ്ഞു പറഞ്ഞു. അപ്പോൾ കറക്റ്റാണ്, അയാൾ പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമ്മളെ മുമ്പിൽ കാണിച്ചെന്ന അതും ദൈവം നേരിട്ട് കാണിച്ചെന്ന രണ്ടും കറക്റ്റായിരുന്നു. അപ്പോൾ അയാൾക്കത് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് പറയാൻ പറ്റി. ഇയാൾ ഈ രണ്ട് കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, ഇയാൾ ഈ തൃപ്പകട നെയ്യ് സേവിക്കലും 12 ദിവസം ഭജനം കൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു മാറ്റം വന്നു എന്നുള്ളത് സത്യമാണ്. ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ ഗുരുവായൂർ എനിക്കൊന്ന് എവിടെയെങ്കിലും ഒരു റൂം ഇട്ടിട്ടിരിക്കണം എന്നുണ്ട് തിരുമേനി, അതിനുള്ളൊരു സൗകര്യം തിരുമേനി എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഗുരുവായൂർ വൈജയന്തി ബിൽഡിങ്ങിൽ അദ്ദേഹം റൂമിട്ട് അവിടെ ഇരിക്കും. അദ്ദേഹത്തിന് ധാരാളം ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ നന്നായിട്ട് പറഞ്ഞിരുന്നു, അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയണ കാരണം കണ്ടമാനം ആൾക്കാരെ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ഇവിടെ ഇതൊക്കെ ആയിട്ട് അദ്ദേഹം നേരെയായി വരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് അവിടെ ആ കാലത്ത് നമ്മുടെ ഗുരുവായൂർ യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ എല്ലാ കീഴ്ശാന്തിക്കാരും പറയും. അങ്ങനെ ഏതോ കീഴ്ശാന്തി അദ്ദേഹത്തിനെ അതിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഹൈ പ്രഷറാണ്. അങ്ങനെ പ്രഷറിൻ്റെ നമുക്ക് ബ്ലഡ് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ഒഴിവായി. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര പ്രഷറാണ് തിരുമേനി, എന്താ അറിയില്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലാണ് അയാൾക്ക് പ്രഷർ. അപ്പോൾ അയാൾക്ക് കുറേ ദിവസമായിട്ട് കയ്യിനും കാലിനും തരിപ്പും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ വിളിച്ചിട്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് തൃശ്ശൂർ, മറ്റേ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ശ്രീകുമാർ എന്ന്, അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 3 ദിവസം മരുന്ന് കഴിക്കുക, എന്നിട്ട് വ്യത്യാസം വന്നില്ലെങ്കിൽ നമുക്ക് ഫർദർ ചെക്കപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ അദ്ദേഹം ഈ 3 ദിവസം മരുന്ന് കഴിച്ചിട്ടും ഈ പ്രഷർ ഒരു തരത്തിലും കുറയുന്നില്ല. അപ്പം എൻ്റെ ഏട്ടൻ്റെ മകളുടെ ഭർത്താവിന് ഇങ്ങനെ അതേമാതിരി പ്രഷർ വന്നപ്പോൾ അന്ന് കിഡ്നിക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അനിയൻ പറഞ്ഞു, അങ്ങനെ കിഡ്നിയുടെ വല്ല പ്രശ്നമുണ്ടോ, അതുകൂടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയിട്ട് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ വളരെ കൂടുതലാണ്. അങ്ങനെ എന്നിട്ട് ശ്രീകുമാർ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വേറെ ആളെ നേരെയാക്കി തന്നു. അങ്ങനെ അയാളുടെ ട്രീറ്റ്മെൻറ്റും ഒപ്പം ആയുർവേദം കൂടിയിട്ട് കുറച്ച് ദിവസം കൊണ്ടുനടന്നപ്പോൾ കുഴപ്പമില്ലാണ്ട് അദ്ദേഹം കുറേശ്ശെ ഇങ്ങനെ കുറയുന്നുണ്ട്, ഭക്ഷണ ക്രമീകരണമൊക്കെ ആയിട്ട് പോയി. ആ സമയത്താണ് ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ഓർഡർ കിട്ടി, കുറച്ച് ആർക്കൊക്കെയോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം വിദേശത്തേക്ക് പോവുക. അദ്ദേഹം വിദേശത്ത് പോയിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണം ഇതൊക്കെ കൂടി ആകെ വിഷയമായി. അങ്ങനെ അദ്ദേഹം മണ്ണാർക്കാട് തന്നെ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് ആദ്യം ഉള്ളതിനേക്കാളും ക്രിയാറ്റിൻ വളരെ ലെവൽ കൂടിയിട്ടുണ്ട്, പ്രഷർ ആദ്യത്തെക്കാളും ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ പറഞ്ഞു, ഉടനടി ഇവിടെ അഡ്മിറ്റ് ആവണം, എങ്ങോട്ടും പോകാൻ പാടില്ല പറഞ്ഞു. ഒരടി മുന്നോട്ട് പോകാൻ പാടില്ല, ഉടനടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഞാൻ അഡ്മിറ്റ് ആവില്ല, ഗുരുവായൂരപ്പനെ തൊഴാണ്ട ഒരു കാര്യം ഞാൻ ചെയ്യില്ല, ഞാൻ അഡ്മിറ്റ് ആവണമെങ്കിൽ ഗുരുവായൂരപ്പനെ തൊഴുതിട്ടേ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ അയാൾ അവിടുന്ന് വാശി പിടിച്ചിട്ട് സ്വന്തമായിട്ട് കാർ ഓടിച്ച് ഗുരുവായൂർ വരിക. അങ്ങനെ ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പനെ തൊഴുത് ഇയാൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗൾഫിൽ, അവരവിടുത്തെ മെയിൻ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാണ്. അപ്പോൾ അവർക്ക് ഇയാളെ ഈ അവിടുത്തെ ഈ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അയച്ചു കൊടുത്തു. എന്നാൽ അയച്ചു കൊടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്ത് തിരുവനന്തപുരത്തേക്കല്ല ബാംഗ്ലൂർക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അവർ തൃശ്ശൂർ എത്താറായിരുന്നു. അപ്പോഴാണ് ഇയാൾ ഗൾഫിലാച്ചിട്ടാണ് അയച്ചു കൊടുത്തത്. അങ്ങനെ അവരിത് കിട്ടിയ വഴി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തൃശ്ശൂർ ഇറങ്ങുകയാണ്, അപ്പം അങ്ങോട്ട് വരും, അവിടെ നിന്നോളൂ പറഞ്ഞു. അങ്ങനെ അവർ നേരെ അവിടുന്ന് തന്നെ ഗുരുവായൂർ വന്ന് അദ്ദേഹത്തിൻ്റെ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ അവർ തലയിൽ കൈവച്ചു. അയാൾ പറഞ്ഞു, ഉടനടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഉടനടി ഡയാലിസിസ് ചെയ്യാണ്. ആദ്യത്തെ ഡയാലിസിസ് അന്നാണ് തുടങ്ങുന്നത്. എന്നാൽ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പ്രഷറൊക്കെ സാധാരണ ലെവലിലേക്ക് വന്നു. എന്നിട്ട് അവിടുത്തെ മെയിൻ ഡോക്ടർ ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു, ഈ സ്ത്രീ ഇപ്പം നിങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് എന്തെങ്കിലും സാധനത്തിൽ എടുത്തുകൊണ്ട് കൊണ്ടുവരും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വരുന്നുള്ള 100% ഉറപ്പാണ്. അത്രയും ഹൈ പ്രഷറും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ ഭഗവാൻ രക്ഷിച്ചു എന്നാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ സുഹൃത്തിനെ വിളിച്ചു പറയാൻ ഗുരുവായൂരപ്പനെ തൊഴുതപ്പോൾ തോന്നിയത്. അതില്ല വിചാരിച്ചാൽ ഇദ്ദേഹം നേരെ മണ്ണാർക്കാട്ടേക്ക് തന്നെ വണ്ടി ഓടിക്കുക വെച്ചാൽ അവിടെ എത്തില്ല.
യാതൊരു സംശയവുമില്ല. കാരണം അത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ ഡയാലിസിസ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ വന്ന വഴി ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും ശ്രീകുമാർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ എന്താ വേണ്ടത് അദ്ദേഹത്തിന്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഇങ്ങനെ ഡയാലിസിസൊക്കെ കഴിഞ്ഞു പറഞ്ഞു. അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യുക, വെസ്റ്റ്വാർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അവിടെ ഈ ഇതിൻ്റെ സർജൻ ആൻ്റണി പറഞ്ഞ ഒരാളാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല സർജനാണ്. പിന്നെ അവിടെ ടി പോള് പറഞ്ഞ ഒരാളുണ്ട് ഈ ഇതിൻ്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളും നല്ല ആൾക്കാരാണ്, അവിടെ നോക്കിക്കോളൂ വന്നു. പിന്നെ അതിനും പുറമെ ആ ഹോസ്പിറ്റലായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ മോഹനേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിൻ പാർട്ട്ണറാണ് മോഹനേട്ടൻ. മോഹനേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനാണ്, എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്പലമുണ്ട്, അവരുടെ ഈ പരദേവതാ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ അനിയനാണ് തന്ത്രി. അപ്പോൾ ആ രീതിയിൽ അവരായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പോയി അദ്ദേഹം ഈ കിഡ്നിയുടെ സ്കാനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോഴാണ് അവരവിടുന്ന് ടി പോള് ഉറപ്പിച്ചു പറഞ്ഞു, ട്രാൻസ്പ്ലാന്റ് അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല സുബ്രഹ്മണ്യ, അത് ചെയ്യേണ്ടിയിരുന്നു. ഇയാൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇയാൾ മൊത്തത്തിൽ തകർന്ന മാതിരി. കാരണം എന്താ വെച്ചാൽ ഇയാളുടെ 5 പൈസയില്ല, 1 പൈസയില്ല. ഇയാളൊന്ന് നേരെയായി വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈ ഒരു വിഷയം പറ്റിയത്. ഒരു 10-25 ലക്ഷം റുപ്യ എന്തായാലും ചിലവുണ്ട്. എവിടുന്നാന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ എന്താണെന്നോ ഇയാൾക്കൊരു നിവൃത്തിയില്ല. അയാൾ ആകെ വിഷമമായിട്ട് എന്നെ വിളിച്ചു, കരഞ്ഞുകൊണ്ട് അയാൾ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, താൻ പേടിക്കണ്ടോ, താൻ ഏതായാലും ഇതുവരെ എത്താൻ ഭഗവാൻ സഹായിച്ചു വെച്ചാൽ നീ ഒപ്പം ഉണ്ടാവും, തനിക്കതിൽ വിശ്വാസമല്ലേ ചോദിച്ചു. പറഞ്ഞു അത് മാത്രമേ വിശ്വാസമുള്ളൂ പറഞ്ഞത്, അത് അങ്ങോട്ട് വരും, താൻ എന്തായാലും ഗുരുവായൂർക്ക് വരിക, നമുക്ക് സംസാരിക്കാമെന്ന്. അങ്ങനെ അദ്ദേഹം ഗുരുവായൂർക്ക് വരും. ഈ പൂജ അതേമാതിരി ജ്യോതിഷം നോക്കൊക്കെ ആയിട്ട് കുറേ ആൾക്കാരായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഓരോ മെസ്സേജ് അയക്കാൻ പറഞ്ഞു, ഇങ്ങനെ സാമ്പത്തികം എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. 100-500 എന്താണെന്ന് വെച്ചാൽ അതായല്ലോ. അങ്ങനെ ആ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും മെസ്സേജ് അയച്ച് എല്ലാവരോടും സഹായം വേണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ച് അങ്ങനെ അദ്ദേഹം ചികിത്സയായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഇനിയിപ്പോൾ ഒരു കിഡ്നി കിട്ടണം, അത് കിട്ടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ഇയാൾ ഈ അവിടെ ഡയാലിസിസിന് പോണ സമയത്ത് പരിചയപ്പെട്ട ഇയാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഒരു സ്ത്രീ ഇദ്ദേഹത്തിന് കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞു വരികയാണ്. സ്വന്തമായിട്ട് കിഡ്നി ഞാൻ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ അവരും ഇവർക്ക് എന്താ വെച്ചാൽ ആദ്യം ക്രോസ് മാച്ചിങ് നോക്കണം. ക്രോസ് മാച്ചിങ് കറക്റ്റായി കഴിഞ്ഞാൽ ആ കിഡ്നി നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പറ്റുമെന്ന് ഉറപ്പാവുള്ളൂ. അങ്ങനെ ക്രോസ് മാച്ചിങ് കറക്റ്റായി, ബാക്കി എല്ലാ കാര്യം കഴിഞ്ഞു. അവരെ സ്കാനിങ് ചെയ്തു. മൊത്തം ഒരു കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ല എന്ന് അവർക്ക് ഉറപ്പായാൽ മാത്രമേ അവരെ കിഡ്നി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഗർഭപാത്രത്തിൽ ഒരു 3-4 മുഴയുണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാണ്ടത് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അവരച്ച സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ ഭർത്താവ് അച്ച ക്യാൻസർ എന്തോ പിടിച്ചിട്ട് മരിക്കാൻ കിടക്കണം, അങ്ങനത്തെ ഒരു അത്രയും വല്ലാത്ത സ്റ്റേജിലാണ്. അപ്പം എന്നാൽ അവരുടെ ചിലവൊക്കെ സുബ്രഹ്മണ്യൻ വഹിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ സഹായിച്ചു. അങ്ങനെ അവരുടെ ഓപ്പറേഷൻ ഇതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് കഴിഞ്ഞാൽ ഇതിന് ഫർദർ കണ്ടമാനം കടലാസുകൾ നമുക്ക് നേരെയാവുണ്ട്. ഈ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറഞ്ഞ ഒരു ദിവസം രാവിലെ തൊട്ട് നമ്മൾ ചെന്നാൽ പിറ്റേ ദിവസം പോയി നേരെയാക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിന് കുറേ കടമ്പകൾ കിടക്കാറുണ്ട്. ഇത് ക്രോസ് മാച്ചിങ് റെഡി ആവണം, അതിന് പോലീസ് വെരിഫിക്കേഷൻ കാണണം, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൽ കൗൺസിലിംഗ് ഉണ്ട്, അതും പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ കൗൺസിലിങ്ങിന് പോണതിൻ്റെ മുമ്പേ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നൊരു കടലാസ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇത് കുഴപ്പമില്ല, ഇത് ശരി, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവരൊരു കടലാസ്, ഒരു 5-6 ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തിട്ട് ആ കടലാസും കൊണ്ടിട്ട് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് പോയിട്ട് കൗൺസിലിങ്ങിന് ചെല്ലണം. കൗൺസിലിങ്ങിന് ചെല്ലുക പറഞ്ഞാൽ ഈ ദാതാവിനെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ആരാണോ കിഡ്നി കൊടുക്കുന്നത് അവർ മാത്രമേ പോകണ്ടൂ. അവരെ ഈ പറയണ കാര്യങ്ങൾ കറക്റ്റാണെന്നും ഇതിൽ യാതൊരു ഇവരെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വശീകരിച്ചിട്ടോ അല്ലാന്ന് അവർക്ക് ഉറപ്പാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കൗൺസിലിംഗ് നടത്തുന്നത്. അങ്ങനെ അവിടെ പോയി ഇതിന് വേണ്ടിയിട്ട് ഈ കടലാസ് ചോദിച്ചപ്പോൾ അവർ കൊടുക്കില്ല പറഞ്ഞു. ഹോസ്പിറ്റലിൽ വന്നത് തരാൻ പറ്റില്ല, അത് നടക്കില്ല, ഇത് വേണ്ട, നിങ്ങൾ വേറെ നോക്കിക്കോളൂ പറഞ്ഞു. ഇദ്ദേഹം ഈ ഡയാലിസിസിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി, ഇല്ലാത്ത കാശുണ്ടാക്കി പെട്രോൾ അടിച്ചിട്ടാണ് ഇതിനൊക്കെ നടന്നിരുന്നത്. കുറേ കാശ് അവരുടെ ഓപ്പറേഷൻ ചിലവാക്കി ഒക്കെ കൂടി ഇദ്ദേഹം ആകെ തകർന്നു. അങ്ങനെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, നേരെ മണ്ണാർക്കാട്ടേക്ക് പോയി. മണ്ണാർക്കാട്ടിൽ നിന്ന് ഇയാളൊന്നും വിളിക്കാനപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ഇയാളെന്താ ഒന്നും മിണ്ടാത്ത നോക്കിയിട്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ പ്രശ്നം സുബ്രഹ്മണ്യൻ, എന്താ ഒന്നും പറയാത്ത ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം അപ്പുറത്തുനിന്ന് കരയുക. കാരണം എന്താ വെച്ചാൽ തിരുമേനി,
ഇനി ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയായിട്ട് അവരത് കടലാസ് തന്നില്ല. അവർക്ക് എന്നോടെന്തോ വൈരാഗ്യമുള്ള മാതിരിയാണ് എനിക്ക് തോന്നിയത്. കടലാസ് തന്നില്ല. ഇനി ഞാൻ ഈ ഹോസ്പിറ്റലായിട്ട് ഒരു പരിപാടിയില്ല, ഞാൻ വേറെ എവിടേക്കെങ്കിലും പോവുകയാണ് തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട എല്ലാം നമുക്ക് ഇവിടെ ഉള്ള സൗകര്യം വേറെ സ്ഥലത്ത് കിട്ടില്ല. ഞാൻ പറഞ്ഞു താൻ എങ്ങടെ വെച്ചാൽ പോവുക വെച്ചാൽ എനിക്ക് പോവാം. ഈ ഹോസ്പിറ്റലിൽ വിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോവുക വെച്ചാൽ എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായങ്ങളൊന്നും എനിക്ക് കിട്ടില്ല. എനിക്ക് എന്താ വെച്ചാൽ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വയ്ക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വിളിച്ചു എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞാണ് തിരുമേനി, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് 3 കുട്ടികളാണ്. അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്കൊന്നും ആയിട്ടില്ല, ചെറിയ കുട്ടികളാണ്. 5 പൈസ വെച്ചാൽ കയ്യിലില്ല. പിന്നെ ഒപ്പമുള്ളവരെല്ലാ ആൾക്കാരും വന്ന് ലോഗ്യം ചോദിച്ച് ഞാൻ വല്ല ടൂറിന് പോകണ മാതിരി ലോഗ്യം ചോദിച്ചു പോവുക. അവർക്കൊക്കെ രസമാണ്. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഭാര്യയുടെ മുഖത്ത് നോക്കാൻ വയ്യ. ആകെ വിഷമമായിട്ടാണ് ഞാനത് പറഞ്ഞത്. തിരുമേനി പറയണ മാതിരി എങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. താ ഒരു കാര്യം ചെയ്യാം, നാളെ ഗുരുവായൂർക്ക് വരിക, നമുക്ക് ഗുരുവായൂരിന്നല്ലൊക്കെ നേരെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഭഗവാൻ വഴി ഉണ്ടാക്കുന്നു. അങ്ങനെ അയാൾ പിറ്റേ ദിവസം ഗുരുവായൂർക്ക് വന്നു. അപ്പോൾ ഞാൻ മോനേട്ടനെ വിളിച്ചിട്ട്, മോനേട്ടൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഹോസ്പിറ്റലുകാരെ മനഃപൂർവ്വം ചെയ്താന്നാണ് ഇയാൾ പറയണത്, മോനേട്ടൻ അതിനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമെന്ന്. മോനേട്ടൻ നേരെ പോയിട്ട് അവരൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നമുക്കൊരു മീറ്റിംഗ് കൂടുക, അതിൽ അവരെയും കൂടി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു മെഡിക്കൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഹോസ്പിറ്റലിലത്തെ എല്ലാ ആൾക്കാരും. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ ടെസ്റ്റിങ്ങിൽ നിന്നൊക്കെ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാരും, പിന്നെ ഞാൻ ഉണ്ടായിരുന്നു, അനിയൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെയും വിളിച്ചിട്ട് മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചു. മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചാണ് അറിയണത് ഇവരെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ 3 ഫൈബ്രോയിഡ് കിട്ടി. ഈ ഫൈബ്രോയിഡുള്ള ഇത് വെച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെച്ചാൽ ഇത് കൗൺസിലിങ്ങിൽ മിക്കതും ഗവൺമെൻറ് തള്ളുക ആദ്യം. ഇനി ഗവൺമെൻറ് തള്ളിയില്ലെങ്കിൽ ശരീരം ഇതിനെ റിജക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 99% അത്ര റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഇനി അതുമല്ല, ഇവർക്ക് ഈ ഫൈബ്രോയിഡ് എടുത്തിട്ട് ഇവർക്ക് ഫർദർ ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. അതിൽ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഇതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഇയാളത് തള്ളും. ഇനി അതിലപ്പുറം വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ ഭർത്താവ് ഇന്നോ നാളെ വെച്ചിട്ട് കിടക്കുക. ഇതെന്താ വെച്ചാൽ നമ്മളൊരാൾക്ക് കിഡ്നി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സൈൻ ചെയ്യാൻ ഒരാൾ വേണം. അവരുടെ ഓണർ പറയുന്നുണ്ട്, അത് ഇവരുടെ ഭർത്താവ് തന്നെയാണ്, അവർക്ക് വേറെ ആരുമില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാലും ഇത് നടക്കില്ല. അപ്പോൾ അത് പുറത്തേക്ക് വന്നപ്പോഴാണ് സുബ്രഹ്മണ്യന് മനസ്സിലായത് ഇത് മുടക്കിയതും ഭഗവാൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല, ഈ കാശ് മുഴുവൻ പോവുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ അതിനൊരു വഴിയുണ്ട്, അതിനൊരു ഉപകരണം മാത്രമേ ഉള്ളൂ ഈ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് ബോധ്യമായി. അപ്പോൾ ചോദിച്ചു ഇനി എന്താ വേണ്ടത് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു രോഗം വന്നാൽ എന്താ ചോദിച്ചു. രോഗം വന്നാൽ ഡോക്ടറെ കാണും, നല്ല ഡോക്ടറാണ്, നന്നായിട്ട് ചികിത്സിക്കുന്നുണ്ട്, അയാൾക്ക് എല്ലാ രോഗത്തിനെ പറ്റിയും കൃത്യമായിട്ട് അറിയാം. പക്ഷേ അയാൾ ചികിത്സിച്ച് നിങ്ങൾക്ക് രോഗം മാറിയില്ല എന്താ ചോദിച്ചു. രോഗം മാറിയില്ലെങ്കിൽ അപ്പോൾ താനെന്താ വേറെ ആളോട് പറയുക ചോദിച്ചു. ഞാൻ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കണം, എന്താ അതിന് വേറെ വല്ല കുഴപ്പമുണ്ടോ നോക്കണം എന്നാണ്. അതെന്താ തൻ്റെ കാര്യത്തിൽ താൻ നോക്കാൻ ചോദിച്ചു. തൻ്റെ കാര്യത്തിൽ താൻ ഇതൊന്നും നോക്കിയില്ലല്ലോ ഇതുവരെ, ഇത്ര കാലമായിട്ട് ഇതൊന്നും നോക്കിയില്ല. അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി ഞാൻ അനുഭവിക്കേണ്ട വേണ്ടേ, അപ്പോൾ അതുകൊണ്ടാവും എനിക്ക് തോന്നിയില്ല, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാവുന്നു. അങ്ങനെ ഞാനും അനിയനും സുബ്രഹ്മണ്യനും കൂടിയിട്ട് ഇവിടെ കളരിയിൽ ഇരുന്നിട്ട് പൂജ ചെയ്യണ സ്ഥലമാണ്, അവിടെ ഇരുന്നിട്ട് ഒരു രാശി എടുത്തു. രാശി എടുത്തപ്പോൾ ഇയാൾക്ക് ആദ്യത്തെ തന്നെ രാശി കിട്ടിയത് 2 വ്യാഴമാണ്. 2 വ്യാഴം, 2 എന്ന് പറഞ്ഞാൽ രക്ഷാസ്ഥാനാണ്. അപ്പോൾ ഭഗവാനെ പറയാണ് അദ്ദേഹത്തിനോട്, ഞാൻ ഉണ്ട് എൻ്റെ രക്ഷയ്ക്ക്, ഞാനൊപ്പമുണ്ട്, അത് നീ ഉറപ്പിച്ചിട്ട് നീ മുന്നോട്ട് പോക്കോ എന്നുള്ള അത് രാശി കൂടിയാണ് പറയണതെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് 2 വ്യാഴം കിട്ടി, അദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ ഇത് മുന്നോട്ട് പോകാനുള്ള ഇതൊക്കെ നമുക്ക് നമ്മുടെ ശാസ്ത്രപ്രകാരം ഈ ജ്യോതിഷപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരാളുടെ ജനനസമയം ഇതും കറക്റ്റാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവുന്നു, അത് ഏതൊക്കെ ഭാഗത്ത് ബാധിക്കുന്നു, അതിനെന്തൊക്കെ നിവാരണ മാർഗം വേണമെന്നുണ്ടോ കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കർമ്മവിഭാഗ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, സായണീയാചാര്യൻ ഉണ്ടാക്കിയതാണ്. പിന്നെ വീരസിംഹാവലോകനം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അത് വീരസിംഹം എന്ന് പറയുന്ന ഒരു രാജാവാണ് അതുണ്ടാക്കിയത്. അതിലൊക്കെ എന്താ വെച്ചാൽ ഒരാൾക്കൊരു രോഗം വരാൻ കാരണം എന്താ, ആ രോഗം വരാനുള്ള കാരണം അതിനെന്താ വെച്ചാൽ നമ്മുടെ ശാസ്ത്രപ്രകാരം എന്താ വെച്ചാൽ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതയാണ് തൽശാന്തി ഔഷധൈർദാനേ ജപഹോമാർച്ചനാദിബി എന്നാണ്. ജന്മാന്തരകൃതമായിട്ട് നമുക്ക് വരുന്ന പാപങ്ങൾ അതിനെ നമ്മൾ
ആദ്യ ഔഷധം സേവിക്കണം തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. അല്ലാണ്ട് അതിൽ അന്ധവിശ്വാസമൊന്നും ഒരിക്കലും പറഞ്ഞു വരുത്തിയിട്ടില്ല. ആദ്യ ഔഷധം സേവിക്കണം. ഔഷധം സേവിച്ചതിന് ശേഷം അത് നേരെ ഇതിൽ ജപം, ഹോമം, അർച്ചന അതൊക്കെ നടത്തിയിട്ട് ആ നമ്മുടെ എന്താണോ ദുരിതം, ഓരോ നമുക്ക് മുജ്ജന്മപരമായിട്ടുള്ള ദുരിതമാണ് നമ്മുടെ വ്യാധിയായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ആ വ്യാധീനെ ഇല്ലാണ്ടാക്കാൻ അതിനുള്ള പറഞ്ഞതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ വ്യാധി എന്ന് പറയുന്ന ദുരിതമായിട്ടാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. ആ വ്യാധീനെ നമ്മൾ ഏതെങ്കിലും പ്രതിമയിലേക്ക് ആവാഹിച്ച്, പ്രത്യേക പ്രതിമകൾ പറഞ്ഞിട്ടുണ്ട്, ആ പ്രതിമയിലേക്ക് ആവാഹിച്ച് ഇത് ഉത്തമ ബ്രാഹ്മണന് ദാനമായിട്ട് കൊടുത്ത് അദ്ദേഹം അത് സ്വീകരിച്ച് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് ഇതിനെ ദുരിതപ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട പണവും നൽകണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് മാറുക. നമുക്ക് നാരായണ ഭട്ടതിരിയുടെ കാര്യമൊക്കെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ രോഗമാണ്. അദ്ദേഹം ഇതേമാതിരി കർമ്മവിഭാഗ പ്രായശ്ചിത്ത പ്രകാരം ദാനമായിട്ട് വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇവിടെ വന്നിട്ട് വാദം പിടിച്ചിട്ട് അദ്ദേഹം നാരായണീയം ഉണ്ടാക്കാനും അത് പ്രകാരം അദ്ദേഹം ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയിട്ട് പിന്നെ തിരിച്ചു പോകുന്നതൊക്കെ ആ കഥ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നിശ്ചയിച്ച് ഇദ്ദേഹത്തിന് 3 ദിവസം ഇത് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു. അതിൻ്റെ ഒപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടിയും പറഞ്ഞു, ഒരു കാര്യം കൂടിയും ചെയ്യാം, വേറൊരു കാര്യം കൂടി ഞാൻ കേട്ടിട്ടുണ്ട്, അതും കൂടി ഒപ്പം ചെയ്തോളാം പറഞ്ഞു. എന്താ ചോദിച്ചു, ഈ സഹസ്രനാമം 632 ജപിക്കുക ഏത് രോഗം മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 632 ജപിച്ചു കഴിഞ്ഞാൽ ഏത് രോഗം മാറും. 93 ജപിച്ചു കഴിഞ്ഞാൽ സകല ഭയങ്ങളും മാറും. 63 ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വസുഖം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇത് മുനികൾ പറയണതാണ്, ഞാൻ പറയണതല്ല. അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ താനാ ഒന്ന് പരീക്ഷിച്ച് നോക്കാറുണ്ട്. ഈ 632 ജപിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒന്ന് തുടങ്ങിയാൽ അത് മുടങ്ങാണ്ട് 632 കഴിയണവരെ ജപിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം ഈ 632 ജപവും തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് കുറേശ്ശെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അന്ന് മുമ്പ് പറഞ്ഞുള്ള ഇദ്ദേഹം കാശ് ആവശ്യപ്പെട്ട ആൾക്കാരൊക്കെ കുറേശ്ശെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ചു തുടങ്ങി. ഇദ്ദേഹത്തിന് കുറേശ്ശെ കാശുകൾ വന്നു തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ നീങ്ങി തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹം ഒരു ജാതകം ഇതൊക്കെ നോക്കി പരിഹാരം ചെയ്തു കൊടുത്തുള്ളൊരു സ്ത്രീ എങ്ങനെയാണ് അറിയണം ഇദ്ദേഹത്തിന് ഇങ്ങനെ വിഷമമാണ്, ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ അവർ ഇയാൾക്ക് കിഡ്നി കൊടുക്കാൻ പറഞ്ഞിട്ട് വരികയാണ്, സ്വമേധയാ വരികയാണ്. അങ്ങനെ അവരെ തൃശ്ശൂർ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാ ചെക്കപ്പുകളും തുടങ്ങി കഴിഞ്ഞു. ഒക്കെ എല്ലാ കാര്യം കറക്റ്റായി. അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള സ്ത്രീയാണ്. അങ്ങനെ അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് സ്റ്റേജിൻ്റെ കൗൺസിലിങ്ങിന് അവർ ലെറ്ററും കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ കൗൺസിലിങ്ങിന് പോവുകയാണ്. കൗൺസിലിങ്ങിന് അവർ ചെന്നു. അപ്പോൾ അന്ന് 60 65 ആൾക്കാരോളം കൗൺസിലിങ്ങിലുണ്ടായിരുന്നു. ഈ 65 ആളിൽ 43 ആൾക്ക് മാത്രമേ അന്ന് ഇത് കിട്ടിയിട്ടുള്ളൂ, അനുമതി കിട്ടിയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം വിളിച്ചു ചോദിച്ചപ്പോൾ 43ാമത്തെ ആൾ ഇയാളാണ്. അതാണ് അത്ഭുതം. 43 ആൾക്ക് കിട്ടി, ഇദ്ദേഹം 43ാമത്തെ ആളാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനൊരു കാര്യമുണ്ട്, അവസാനം അനുഗ്രഹിക്കുള്ളൂ. നമ്മുടെ സകല അഹങ്കാരം പോയി എന്ന് അദ്ദേഹത്തിന് ബോധ്യമാണ്. മനസ്സിലൊരു അഹങ്കാരവും ഇല്ല, പൂർണ്ണമായിട്ടും ഭഗവാനിൽ നമ്മുടെ മനസ്സർപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കുക. അപ്പോൾ ആ കാര്യത്തിൽ 43ാമത്തെ അവസാനമായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പറഞ്ഞു. പിന്നെ അതിലും പുറമെ വേറെ അതിലൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ആദ്യത്തെ സ്ത്രീയുടെ മുടങ്ങിയിട്ടാണ് രണ്ടാമത്തെ സ്ത്രീ വന്നത്. ഈ രണ്ടാമത്തെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യവതിയാണ്, ഒരു സൂക്കടും ഇല്ല, ഷുഗറില്ല, പ്രഷറില്ല, ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഭഗവാൻ നിനക്കൊരു സാധനം, എൻ്റെ ഭക്തനാണ് നീ വെച്ചാൽ നിനക്കൊരു കാര്യം ഞാൻ ചെയ്തു തരണമെങ്കിൽ അത് പൂർണ്ണമാവണം തന്നെയാണ്. അതിൽ അപൂർണ്ണമായിട്ടൊന്നും പാടില്ല. അപ്പോൾ അവർക്ക് ഒരു രോഗവും ഇല്ലാത്ത ആൾ തന്നെ കിഡ്നി കിട്ടിയവർക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ അവിടെ അവർ ഇതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു, എല്ലാ കാര്യങ്ങളും നേരെയാക്കി. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം വന്നു. എന്താ വെച്ചാൽ ഈ ഹോസ്പിറ്റൽ ചിലവായിട്ട് 7 ലക്ഷം റുപ്യ വേണം. ബാക്കിയുള്ള ചിലവൊക്കെ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ ചിലവിനും ഇത് കഴിഞ്ഞാൽ ഈ കിഡ്നി മാറ്റിക്കഴിഞ്ഞാൽ ഒരു 3 മാസം പൂർണ്ണ വിശ്രമത്തോടുകൂടി നമ്മൾ ആരെയും ഒരാളായിട്ടും ബന്ധമില്ലാണ്ട് താമസിക്കും വേണം. അതിനും ചിലവുണ്ട്. ഇത് രണ്ടിനുമുള്ള കാശ് ഇദ്ദേഹത്തിനായിരുന്നില്ല. അപ്പോൾ അഡ്മിറ്റാക്കുമ്പോൾ സുബ്രഹ്മണ്യൻ ചോദിച്ചു, ഇങ്ങനെ തിരുമേനി കാശൊന്നും ആയിട്ടില്ല, എന്താ ചോദിച്ചു. താൻ അപ്പം ഇതുവരെ എത്തിയില്ലേ, ഞാൻ ബാക്കിയുള്ള വഴി ഉണ്ടാവും, താൻ പേടിക്കേണ്ടാവുന്നു. ഞാൻ മോനേട്ടനെ വിളിച്ച് അങ്ങനെ ഇയാൾ അഡ്മിറ്റായതിൻ്റെ പിറ്റേൻ്റെ പിറ്റേസാണ് ഇദ്ദേഹത്തിന് ഈ ഇത് നിശ്ചയിച്ചിരിക്കുന്നത്, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്.
അങ്ങനെ അദ്ദേഹത്തിന് ഈ പിറ്റേ ദിവസം കഴിഞ്ഞ് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ മോനേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനേട്ടാ അദ്ദേഹത്തിന് കാശൊന്നും ആയിട്ടില്ല, 7 ലക്ഷം റുപ്യ ഉണ്ട് കെട്ടാൻ, എന്താ മാർഗം? ഞങ്ങളായ ഇപ്പോൾ പെട്ടെന്ന് പോയ ബാങ്കിൽ നിന്ന് ലോണോ, അദ്ദേഹത്തിനകത്ത് ഒരു വഴിയില്ല, എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കാശില്ലാണ്ട് എന്തായാലും ഓപ്പറേഷൻ നടക്കാണ്ടിരിക്കില്ല തിരുമേനി, ഓപ്പറേഷൻ നടക്കട്ടെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആലോചിച്ച് തീരുമാനിക്കാം, ഓപ്പറേഷൻ തൽക്കാലം നടക്കട്ടെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഓപ്പറേഷൻ്റെ വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ സുബ്രഹ്മണ്യൻ എന്നെ വിളിക്കുക. അപ്പോൾ ഇയാൾ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വാക്കുകൾ വരുന്നില്ല, അങ്ങനെ വിക്കിയിട്ടാണ് പറയുന്നത്. തിരുമേനി എന്നുണ്ട്, അദ്ദേഹം കരഞ്ഞും കൊണ്ടാണ് വിളിക്കുന്നത്. എന്താ പ്രശ്നം സുബ്രഹ്മണ്യം, വല്ല പ്രശ്നമുണ്ടോ? ഞാൻ വിചാരിച്ചു ഇനി വേറെ വല്ല കുഴപ്പമുണ്ടോ എന്താന്ന്. അല്ല തിരുമേനി, മൈസൂരിലുള്ള ആൾക്കാർ എൻ്റെ അക്കൗണ്ടിൽ 7 ലക്ഷം റുപ്യ ഇട്ടുണ്ട് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ 7 ലക്ഷം റുപ്യ ഒരാൾ വേറെ ആൾ കൊടുക്കണ്ടേ? അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ സമയത്ത് തന്നെ അദ്ദേഹം വിളിച്ചിട്ട് ഈ കൊടുത്ത ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നിങ്ങളയച്ചാൽ ഞാൻ കാണായല്ല, ഞങ്ങൾക്ക് എല്ലാ വീട്ടുകാരും, ഞങ്ങൾ 6-7 വീട്ടുകാരുണ്ട്, എല്ലാവരും കൂടി ആലോചിച്ചിട്ട് കാശ് കൊടുക്കുമ്പോൾ അയാൾക്കൊരു ഉപകാരമുണ്ട്, അപ്പോൾ ഹോസ്പിറ്റൽ ചിലവ് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു 5 മണിയായപ്പോഴേക്ക് ഇയാളുടെ അക്കൗണ്ടിൽ 7 ലക്ഷം റുപ്യ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഈ ഭഗവാന്റെ ഈ അനുഗ്രഹം ആലോചിച്ചിട്ടാണ് വിഷമം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു 7 ലക്ഷം റുപ്യ അദ്ദേഹത്തിന് ഒരാൾ കൊടുക്കുന്നു. അത് ഹോസ്പിറ്റലിലേക്ക് 6 മണിക്ക് ശേഷം ഓപ്പറേഷൻ കൊണ്ടാണ്. 5 മണിയായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഈ 7 ലക്ഷം റുപ്യ വരിക. അങ്ങനെ കാശടച്ചിട്ട് ഇദ്ദേഹം നേരെ ഓപ്പറേഷൻ കയറി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിഡ്നിയൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചു പറഞ്ഞു. കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണുമ്പോൾ അവിടുത്തെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായിരുന്ന ഒരു ഹെഡ് നേഴ്സ് ഉണ്ട്. അവരായിട്ട് ഞാൻ വളരെ നല്ല അടുപ്പായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഓപ്പറേഷനൊക്കെ നല്ലോണം കഴിഞ്ഞില്ലേ, നല്ല രീതിയിൽ കഴിഞ്ഞില്ലേ, ഒക്കെ നന്നായില്ലേ ചോദിച്ചു. അവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് മുഴുവൻ. അപ്പോൾ അവർ പറയണേ, തിരുമേനി ഈ ഓപ്പറേഷൻ ഞങ്ങൾ ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ കയറ്റിയപ്പോൾ തൊട്ട് ഇദ്ദേഹത്തിന് പ്രഷർ കൂടാൻ തുടങ്ങി. മരുന്ന് കൊടുത്തിട്ടും ഇഞ്ചക്ഷൻ കൊടുത്തു, എന്തായാലും ഇയാൾക്ക് പ്രഷർ താഴുന്നില്ല. പ്രഷർ താഴാണ്ട് ഓപ്പറേഷൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓപ്പറേഷൻ തൽക്കാലം വേണ്ട, മാറ്റി വയ്ക്കാം, വേറെ ദിവസത്തേക്കാക്കാം, ഒരു 9 മണി വരെ കാത്തു പോകുന്നു. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഇവർക്ക് ഇദ്ദേഹത്തിന് കിഡ്നി കൊടുക്കണ ഈ സ്ത്രീയുടെ കിഡ്നി എടുക്കൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ കിഡ്നി എടുക്കൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് വെക്കുകയല്ലാണ്ട് രക്ഷയില്ല. അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ച് ഈ കിഡ്നി ഇദ്ദേഹത്തിന് തുന്നി ചേർക്കുക അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. അപ്പോൾ എന്തുണ്ടായിട്ടാൽ ഇത് കിഡ്നി തുന്നി ചേർത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറയും. ഇദ്ദേഹത്തിന് ഈ ഡയാലിസിസ് ചെയ്യാൻ നമ്മുടെ കയ്യിൻ്റെ മുകളിലൊരു സാധനം ഉണ്ടാക്കും, അതിൽ കൂടിയാണ് ഈ ഡയാലിസിസ് ചെയ്യുക. അത് ഫുള്ളായിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ പോയി. ആ സാധനം ഈ പ്രഷറിൻ്റെ ഊക്കിൽ അത് പോയി. അപ്പം ഞാൻ പറയാതെ പോയതല്ല, അത് ഭഗവാൻ പോക്കിയതാണെന്ന് ഞാനൊക്കെ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിനക്കിഞ്ഞ് ഡയാലിസിസ് വേണ്ട, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭഗവാനെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് സാധാരണ ഇപ്പോൾ ഈ കിഡ്നി മാറ്റിക്കഴിഞ്ഞാൽ ഈ കിഡ്നി നമ്മുടെ ശരീരത്തിൽ വയ്ക്കുക പറഞ്ഞാൽ പുറമേ നിന്നുള്ളൊരു സാധനം, നമ്മുടെ ശരീരത്തിലുള്ള പുറത്തുള്ള ഒരു സാധനത്തിന് ശരീരം സ്വീകരിക്കില്ല, അതിനൊക്കെ റിജക്റ്റ് ചെയ്യാൻ നോക്കും ശരീരം. അതാണ് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി. ഈ പ്രതിരോധ ശക്തിനെ കുറച്ചിട്ടാണ് നമ്മൾ ഈ അവയവങ്ങൾ ശരീരത്തിൽ തുന്നിച്ചേർക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇവിടെ മറ്റേ നമ്മുടെ ശരീരത്തിനോട് ചേർന്നു എന്ന് ഉറപ്പാണെങ്കിൽ 3-4-5 വട്ടം അല്ലെങ്കിൽ ഒരാഴ്ചക്കെല്ലാം മിക്ക ആൾക്കാർക്കും ഒരാഴ്ചയൊക്കെ ഡയാലിസിസ് ചെയ്ത് പതുക്കം കൊണ്ട് ഇത് ശരീരമായിട്ട് ചേർന്ന് സാധാരണ മാതിരിയായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഇദ്ദേഹത്തിൻ്റെ അത്ഭുതം എന്താ വെച്ചാൽ അവർ നേഴ്സ് പറഞ്ഞ പുലർച്ചെ ഒരു 3-3:30 ആയപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കിഡ്നി തന്നെ പ്രവർത്തിച്ചു തുടങ്ങി. ഒരു സാധനവും ഇല്ലാണ്ട് കിഡ്നി തന്നെ പ്രവർത്തിച്ചു തുടങ്ങി. മൂത്രം പോയി. അദ്ദേഹം 16 അദ്ദേഹത്തിന് ആ സമയത്ത് ഈ ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു. ആ ലെവലിൽ അന്ന് 8 8 അന്ന് 4. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് 100% ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്കുണ്ടാവാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചു. എല്ലാ കാര്യവും ഓരോ ഘട്ടങ്ങളിലും അപകടത്തിൽ പോകുമ്പോൾ ഭഗവാൻ വിപരീതമായിട്ട് അദ്ദേഹത്തിനെ രക്ഷിച്ചു എന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് പാടില്ല, അദ്ദേഹത്തിന് വിപരീത തോന്നുന്ന കാര്യത്തിന് ഭഗവാൻ വന്നിട്ട് നമുക്കിപ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമില്ല, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ കൈയൊഴിഞ്ഞു എന്ന്. പക്ഷെ ഭഗവാൻ നമ്മളെ കൈയൊഴിയല്ല ചെയ്യണം, നമ്മൾ താങ്ങി പിടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ആ രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് അതിലും വലിയ അപകടം പറ്റാണ്ടാവും. അപ്പോൾ അത് പറ്റരുത് വെച്ചിട്ടാണ് ഭഗവാൻ അത് നമുക്ക് മുടക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ ഓരോ ഘട്ടങ്ങളിലും രക്ഷിച്ച് അദ്ദേഹം ഇപ്പം അന്ന് സുഖമായിട്ട്
ജീവിക്കേണ്ട ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യമാണ്, എല്ലാ ആക്കിലേക്കും സഞ്ചരിക്കുകയും എല്ലാ കാര്യങ്ങളും ഇതായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഭഗവാനെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഭഗവാനെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഭഗവാനെ വിചാരിക്കുക. ഭഗവാൻ ഒപ്പം ഉണ്ടാവും. പക്ഷേ ആ ആത്മാർത്ഥം നമുക്ക് ബോധ്യപ്പെട്ട പോലെ ഭഗവാൻ ബോധ്യപ്പെടണം. അതിൽ അഹങ്കാരത്തിൻ്റെ ഒരു ലെവലേശം നമ്മളിൽ ഉണ്ടാവരുത്. നമുക്ക് അഹങ്കാരത്തിൻ്റെ അവസാനത്തെ കണികയും കഴിഞ്ഞിട്ടേ ഭഗവാൻ രക്ഷിക്കുള്ളൂ. കാരണം ഗജേന്ദ്രമോക്ഷം കഥയൊക്കെ അതിന് വളരെ ഉദാഹരണമല്ലേ. അവസാനത്തെ തുമ്പിക്കൈയിൻ്റെ അറ്റം കൂടി മൂടാൻ നിൽക്കുമ്പോഴാണ് ഭഗവാൻ രക്ഷിക്കുന്നത്. കാരണം വെച്ചാൽ അതുവരെ ഗജേന്ദ്രന് ഞാൻ വലിയ രാജാവായിരുന്നു എന്നും എന്നെക്കൊണ്ട് ഈ മുതലേനെ വലിച്ചു കയറ്റാൻ പറ്റുന്നൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം മുഴുവൻ അവസാനിപ്പിച്ചിട്ടേ ഭഗവാൻ രക്ഷിക്കുള്ളൂ. അതേമാതിരി ഏതാപത്തിൽപ്പെട്ടാലും നമ്മളെ രക്ഷിക്കുന്നുള്ള 100% ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈ കഥ ആൾക്കാർക്ക് കേട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക, പ്രചോദനം ഉണ്ടാവുക ചെയ്താൽ അതിലേറ്റവും സംതൃപ്തനായി. നന്ദി, നമസ്കാരം. തിരുമേനി പറഞ്ഞ ഈ അനുഭവം കേട്ടപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു തലോടലാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായി. ഗുരുവായൂരപ്പനെ നേരിൽ കണ്ട ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നേരിൽ പ്രത്യക്ഷപ്പെട്ട നിമിഷങ്ങളാണ് തിരുമേനി ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. ഈ ഒരു സൽക്കർമ്മത്തിന്, അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കയ്യിൽ പൈസ ഇല്ലാത്ത ഒരാളാണ്, പക്ഷേ അദ്ദേഹത്തിന് 10-30 ലക്ഷം രൂപയുടെ ചിലവ് വന്ന ഒരു ചികിത്സ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ അതൊരു അത്ഭുതമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തിരുമേനിക്കും ഒരുപാട് അദ്ദേഹത്തിനെ സഹായിക്കാനും കഴിഞ്ഞു. തിരുമേനിയുടെ ഒരു സാക്ഷി, തിരുമേനി ഒരു സാക്ഷിയായി തന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിനിധി എന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തന്നെയാണ്. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും, പക്ഷെ നമ്മൾ അറിയുന്നത് വളരെ കുറച്ചായിരിക്കും. ശ്രീ ഗുരുവായൂരപ്പൻ എന്നും എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. അദ്ദേഹത്തിനെ ഭജിക്കുമ്പോൾ നമ്മുടെ ശക്തി കൂടി വരും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്, ഈ ഒരു അനുഭവത്തിലൂടെ തെളിയുന്നത്. ഈ ഒരു അഭിമുഖം നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അനുഭവം കേൾക്കാൻ സാധിച്ചതിൽ എനിക്കും പ്രേക്ഷകർക്കും ഒരുപാട് ഭാഗ്യവുമുണ്ട്. ഞങ്ങളുടെയും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അങ്ങേക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ അറിവുകളും പങ്കുവയ്ക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.